നമ്മൾ എപ്പോഴാ മരിക്കാന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. എപ്പ മരിക്കും, എങ്ങനെ മരിക്കുമെന്നറിയില്ല. പല മരണങ്ങളും നമ്മളെ വേദനപ്പെടുത്തും, പല സംഭവങ്ങളും നമ്മളെ നൊമ്പരപ്പെടുത്തും. അപ്പോഴും നമ്മൾ അവരുടെ നൊമ്പരത്തിൽ വേദനിക്കാറാണ്, അവരുടെ കുടുംബത്തിനെ പറ്റി പ്രയാസപ്പെടാറാണ്, അവർക്കിനി ആരാ ഉള്ളതെന്ന് ചിന്തിക്കാറാണ്. ഒക്കെ വേണ്ടതു തന്നെ. പക്ഷേ എന്റെ മരണം എങ്ങനെയായിരിക്കും? ഇതുപോലെ എന്റെ മരണവാർത്ത കേട്ട് മറ്റുള്ളവര് ബേജാറാകുന്ന ഒരു ദിവസം എനിക്ക് വരാനില്ലേ എന്നാലോചിച്ച് നമ്മളുടെ മനസ്സ് നൊമ്പരപ്പെടാറുണ്ടോ? ഒന്ന് ആത്മാർത്ഥമായി ഇഖ്ലാസോടൊന്ന് ചിന്തിച്ചു നോക്കി മുഅ്മിനീങ്ങളെ, ഈ ഇരിക്കുന്ന നമ്മിൽ ആരായിരിക്കും ആദ്യമായി മയ്യത്ത് കട്ടിലിൽ ഏറേണ്ടി വരിക എന്ന് നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല. നമ്മൾ മറ്റോരെ മരിച്ചേ കേട്ടിട്ട് ആ വീട്ടിൽ പോയിട്ടുണ്ടാവും, അവരുടെ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ടാകും. പലതിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മുടെ ഇതുപോലെ ഒരു ദിവസം എന്നായിരിക്കുമെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആ ദിവസത്തെ പറ്റി ആലോചിക്കണം. നമ്മുടെ ഓരോരോ സെക്കൻഡുകളും അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾക്ക് നൊമ്പരമുണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സമയത്തായി അല്ലാഹു ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ കിടക്കുന്ന 4 മാസത്തിൽ നമുക്ക് എഴുതി വെച്ച ഒരു തീയതിയുണ്ട് മുഅ്മിനേ. ആ സമയമെത്തിയാൽ ഒരാളെയും അല്ലാഹു ബാക്കിയാക്കൂല. എല്ലാവർക്കും മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അതെന്നായിരിക്കുമെന്ന ബേജാറോടെ നമ്മൾ ജീവിക്കണം. ചെരുപ്പിന്റെ വാറിനേക്കാൾ ഒരു മനുഷ്യനോടടുത്ത് കിടക്കുന്നതാണ് അവന്റെ മരണമെന്നാണ്. ചെരുപ്പിന്റെ വാർ എത്ര അടുത്ത് കിടക്കുന്നോ അതിനേക്കാൾ ഒരു മനുഷ്യനിലേക്ക് അടുത്ത് കിടക്കുന്നതാണ് അവന്റെ മരണമെന്നാണ്. മരണത്തിന് വല്ലാത്തൊരു രംഗമാണ്. നമ്മൾ കരുതും പോലെ നിസ്സാരമല്ല. മരിക്കുന്ന സമയത്ത് അസ്രായീലിനെ കണ്ടുമുട്ടുന്നത് വരെ അതിന്റെ മുൻപും ഒരുപാട് മലക്കുകൾ നമ്മുടെ ചെരുപ്പ് വരും. കാലിന്റെ വിരൽ മുതൽ കാൽമുട്ട് വരെ ഒരു ടീമാണ് റൂഹ് പിടിക്കുക, കാൽമുട്ട് മുതൽ അര വരെ വേറൊരു ടീമാണ് പിടിക്കുക. ഇങ്ങനെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ മാത്രമാണ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ ഇടപെടുള്ളൂ.